ആൻസൈറ്റി, പാനിക് അറ്റാക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സിൽ ആൻസൈറ്റി ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ 2 മോഡിലേക്കാണ് സാധാരണ കൊണ്ടുപോകുന്നത്. ഒന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയും, 2 ഫ്രീസ് മോഡ് എന്ന് പറയും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ നമ്മളിപ്പോൾ ആൻസൈറ്റി ഉണ്ടായി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ഉണ്ടായ ഉടനെ നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ കൂടും, മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് ഉണ്ടാകുന്നത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അന്നേരം ആ സമയത്താണ് നമുക്ക് വിറയലും ശ്വാസം കിട്ടാത്ത പോലുള്ള ഫീലും, ഹാർട്ട് ബീറ്റ് കൂടുന്നു, നെഞ്ചുവേദന എടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടാകും. ഇനി രണ്ടാമത്തെ മോഡെന്ന് പറയുന്നത് ഫ്രീസ് മോഡാണ്. ഫ്രീസ് മോഡിൽ ബ്രെയിൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ ആ ത്രെറ്റ് സിറ്റുവേഷനിൽ നമ്മളെ ഡിറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം റിയാലിറ്റി നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളെ ആ ത്രെറ്റ് നമ്മളെ രക്ഷിക്കാൻ ബ്രെയിൻ ശ്രമിക്കുന്നത്. അന്നേരം അതിനെയാണ് നമ്മൾ ഡിസോസിയേറ്റീവ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ ബോഡിയിൽ നിന്നും നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നും നമ്മൾ ഡിറ്റാച്ച് ചെയ്തൊരു ഫീലിംഗ് ആയിരിക്കും ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അത് കണ്ടു നിൽക്കുന്നവർക്കും അത് കൺഫ്യൂഷൻ ആവും. ആ അനുഭവിക്കുന്ന വ്യക്തിക്ക്, ആ ഡിസോസിയേറ്റീവ് അറ്റാക്ക് ഉണ്ടാവുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അത് കൂടുതൽ പേടിയിലേക്ക് കൊണ്ടുപോകാനും അത് വീണ്ടും ഉണ്ടാവുമെന്നുള്ള കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകാനും സാധ്യത കൂടുതലാണ്. ഈ ഡിസോസിയേറ്റീവ് പാനിക് അറ്റാക്ക് കൂടുതലും ഉണ്ടാവുന്നത് PTSD ഉള്ളവർക്കാണ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവർക്കാണ് ഡിസോസിയേറ്റീവ് പാനിക് അറ്റാക്ക് കൂടുതലും ഉണ്ടാവുന്നത്. ട്രോമാറ്റിക് ഇവൻറ്റിനോട് കണക്ട് ചെയ്ത് എന്തെങ്കിലും മെമ്മറീസ് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഡിസോസിയേറ്റീവ് സിംറ്റം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്.